ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള അരിയുമ്പോൾ കട്ടി കുറച്ച് അരിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ. അപ്പം കട്ടി കുറച്ച് അരിയാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആ ഒരു ഉള്ളി വഴറ്റി കഴിയുമ്പോൾ ഒരു ഗോൾഡ് കളറാവൂലേ, ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇഞ്ചിയും ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ചൊന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക, അതാണ് വേണ്ടത് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് സമയം എടുത്ത് വഴറ്റിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോഴായിരിക്കും ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ മസാലപ്പൊടിയായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു കുത്തലൊക്കെ മാറി കഴിയുമ്പോൾ ബാക്കി മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നതോടെ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പേർക്കുള്ളതാണോ വേണ്ടത് അതിനനുസരിച്ച് സവാള എടുക്കണം കേട്ടോ. നമ്മൾ സവാള വഴണ്ടി വരുമ്പം കുറച്ച് കുറഞ്ഞ് വരില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സവാളയിൽ മാറ്റം വരുത്തണേ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറട്ടെ. നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ ആ ഒരു സവാള കുറച്ച് നന്നായിട്ടൊന്ന് സമയമെടുത്ത് വഴറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെ മസാലയുടെ ഒക്കെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ ഞാനിവിടെ മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആ മുട്ട പുഴുങ്ങി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് മുട്ടയും എല്ലാം മാറ്റം വരുത്തണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്, ആ ഒരു വെള്ളമൊക്കെ വലിഞ്ഞ് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്നും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു എഗ്ഗിനകത്തുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ വലിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റോസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ വാങ്ങാം, അതല്ല കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറിയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്താണെങ്കിലും പറയണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.